വെൽക്കം ടു വിന്നേഴ്സ് അക്കാഡമി. NIOSൻ്റെ ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നടക്കുന്നത്. ചാപ്റ്റർ നെയിം മേരി കോംസ് ഇൻ്റർവ്യൂ. ഇന്ത്യയുടെ കായിക ചരിത്രത്തിൽ സ്വർണ്ണാക്ഷരങ്ങളിൽ എഴുതപ്പെട്ട പേരാണ് MC മേരി കോം. മാഗ്നിഫിക്കൻറ്റ് മേരി എന്ന വിളിപ്പേരിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്നവർ ഒരു ബോക്സർ മാത്രമല്ല, ദൃഢനിശ്ചയത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഒരു ദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന് ലോക ചാമ്പ്യൻ പട്ടണത്തിലേക്കുള്ള അവരുടെ യാത്ര നമ്മുടെ യുവതലമുറയ്ക്ക് ഏറ്റവും വലിയ പ്രചോദനമാണ്. 1982 മാർച്ച് 1 മണിപ്പൂരിലെ കാങ്ങാതയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ കോം ഗോത്രത്തിലെ ഒരു ദാരിദ്ര കർഷക കുടുംബത്തിലാണ് മാങ്ഡെ ചുക്ചി ചാങ് മേരി കോം ജനിച്ചത്. ദാരിദ്ര്യം കാരണം ബാല്യം മുതൽ തന്നെ വീട്ടുജോലികളും കൃഷിപ്പണികളിലും മേരി കോം സഹായമുണ്ടായിരുന്നു. ജീവിക്കുക എന്നത് തന്നെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ആ കാലഘട്ടത്തിൽ കായിക രംഗം അവർക്ക് ഒരു സ്വപ്നം പോലെയായിരുന്നു. എന്നിരുന്നാലും ചെറുപ്പം മുതൽ തന്നെ കായികത്തിൽ അവർക്ക് അസാമാന്യ താൽപ്പര്യം ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ വോളിബോൾ എന്നീ മത്സരങ്ങളിൽ അവർ സജീവമായി പങ്കെടുത്തിരുന്നു. ശാരീരിക ശക്തിയും വേഗതയും കാരണം അവർക്ക് എല്ലാ കായിക ഇനങ്ങളിലും മികവ് തെളിയിക്കാൻ കഴിഞ്ഞു. പക്ഷേ അവരുടെ വിധിയെ മാറ്റിയെഴുതിയത് 1998 ഏഷ്യൻ ഗെയിമിൽ ഇന്ത്യൻ ബോക്സർ ഡിഗോ സിംഗ് സ്വർണം നേടിയതും ഇതിഹാസ ബോക്സർ മുഹമ്മദ് അലിയുടെ ജീവിതകഥ വായിച്ചതുമാണ്. അതാണ് അവരെ ബോക്സിംഗിലേക്ക് ആകർഷിച്ചിരുന്നത്. ബോക്സിംഗ് പെൺകുട്ടികൾക്ക് പറ്റിയ കായികമല്ല എന്നതായിരുന്നു അന്ന് സമൂഹത്തിൻ്റെ പൊതുവായ ധാരണ. മേരി കോമിൻ്റെ കുടുംബവും ആദ്യം ഇതിനെ എതിർത്തു. പ്രത്യേകിച്ച് അവരുടെ പിതാവിന് മക്കൾക്ക് അല്ലെങ്കിൽ മകൾക്ക് ചരിക്ക് സംഭവിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടാൻ തീരുമാനിച്ചു. മേരി കോം വീട്ടുകാരിൽ നിന്ന് രഹസ്യമായി പരിശീലനം തുടങ്ങി. ഇംഫലിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സെൻറ്ററിൽ ചേർന്നവർ പ്രശസ്ത കോച്ച് നർജിത് സിംഗിൻ്റെ കീഴിൽ കഠിന പരിശീലനം നടത്തി. ദിവസവും മണിക്കൂറോളം റിങ്ങിൽ ചെലവഴിച്ചു. ആഹാരത്തിനും മറ്റ് സൗകര്യങ്ങൾക്കും ബുദ്ധിമുട്ടി ഉണ്ടായിരുന്നു. അവർ ഒരിക്കലും പിന്മാറിയില്ല. 2000 നടന്ന മണിപ്പൂർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചതോടെയാണ് അവരുടെ കഴിവ് പുറലോകം അറിഞ്ഞത്. ഇതവർക്ക് ദേശീയ ടീമിലേക്കുള്ള വാതിൽ തുറന്നുകൊടുത്തു. മേരി കോമിൻ്റെ കരിയർ മുഴുവൻ റെക്കോർഡുകളുടെ പട്ടികയാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വിവാഹത്തിനും മാതൃത്വത്തിനും ശേഷവും അവർ റിങ്ങിലേക്ക് തിരിച്ചു വന്നു എന്നതാണ്. 6 തവണ ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് സ്വർണം നേടി. ഇത് ലോക റെക്കോർഡാണ്. ഒരു ബോക്സറും ഇത്രയും തവണ ലോക ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടില്ല. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വനിതാ ബോക്സിംഗ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ ആദ്യ വർഷം തന്നെ അവർ വെങ്കല മെഡൽ നേടി ഇന്ത്യക്ക് അഭിമാനം സമ്മാനിച്ചു. ഏഷ്യൻ ഗെയിംസ് 2014, കോമൺവെൽത്ത് ഗെയിംസ് 2018 ഈ 2 മത്സരങ്ങളിലും സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യ വനിത എന്ന സമൂഹിതയും അവൾക്ക് കിട്ടി.
നിരവധി ദേശീയ ചാമ്പ്യൻഷിപ്പുകളും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പുകളും അവർ ജയിച്ചിട്ടുണ്ട്. ചെറിയ പഞ്ച് എന്നിവ അറിയപ്പെടുന്ന അവരുടെ പോരാട്ടത്തിൽ ലോകം മുഴുവൻ ആരാധകരെ സൃഷ്ടിച്ചു. രാജ്യത്തിൻ്റെ അംഗീകാരങ്ങളും സാമൂഹ്യ സേവനവും മേരി കോമിന് കിട്ടി. രാജ്യം മേരി കോമിൻ്റെ നേട്ടങ്ങൾക്ക് പരമോന്നത ബഹുമതികൾ നൽകി ആദരിച്ചു. ഇത്രയും ഉയർന്ന സിവിലിയൻ അവാർഡുകൾ കിട്ടിയ ഏക വനിതാ കായികതാരമാണ് മേരി കോം. കായികത്തിന് പുറമെയും അവരുടെ സംഭാവന വലുതാണ്. 2016 അവരെ രാജ്യസഭാംഗം ആയി നിർദ്ദേശിക്കപ്പെട്ടു. മണിപ്പൂരിലെ ഇംഫാലിൽ മേരി കോം ബോക്സിംഗ് അക്കാദമി സ്ഥാപിച്ചു നൂറുകണക്കിന് യുവതലമുറയ്ക്ക് പരിശീലനം നൽകുന്നു. സ്ത്രീ ശാക്തീകരണത്തിലും കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്തിലും വേണ്ടി അവർ നിരന്തരം പ്രവർത്തിക്കുന്നു. ഒരു ഭാര്യ, 3 കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി അവർ നിരന്തരം പ്രവർത്തിക്കുന്നു. ഒരു ഭാര്യ, 3 കുട്ടികളുടെ അമ്മ എന്നീ നിലകളിൽ കുടുംബവും കായികവും സാമൂഹ്യ പ്രവർത്തനവും ഒരുപോലെ കൊണ്ടുപോകുന്നതിനാൽ അവർ മാതൃകയാണ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിരിക്കുന്നു എന്ന് കരുതുന്നു. താങ്ക് യു ഓൾ. എല്ലാവരും വീഡിയോ കണ്ട് മനസ്സിലാക്കി ക്ലാസ് കേട്ട് പഠിക്കുക.